ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ മപ്പാസ് തയ്യാറാക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതാ നമ്മൾ ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ മുളക് പൊടിയും ഒരു ലേശം ഉപ്പോടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. അപ്പം മിക്സ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കുമ്പോൾ ഇതിനകത്ത് നന്നായിട്ടൊന്ന് മഞ്ഞൾപ്പൊടി ആ കുരുമുളകിൻ്റെ എരിയൊക്കെ ഒന്ന് പിടിച്ച് വരുന്നതാണ്. ഇനി നമുക്കൊരു ചട്ടി വെച്ചെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വന്ന ശേഷം അതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പ്, കുറച്ച് പെരിഞ്ചീരകം അതും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കിയെടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന 2 സവാളയും അതുപോലെ തന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പോൾ പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടി നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി. എരിവിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നേരത്തെ ഞാൻ 1/2 സ്പൂൺ മറ്റേതിൽ ചേർത്ത് കൊടുത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ 1/2 സ്പൂൺ ഇവിടെ ചേർത്ത് കൊടുത്തത്. എരിവ് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ പൊടിയുടെയൊക്കെ ഒരു പച്ച മണം മാറി വരുന്നവരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് വരണം. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞൊന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനാണ്. അതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് നമ്മളിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലിൻ്റെ 2ാം പാലാണ് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 2ാം പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കറി ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ 1ാം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒന്ന് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് താളിച്ചൂടെ ഒഴിച്ചു കൊടുക്കണം. താളിക്കാനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറിയുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ ആ ചിക്കൻ മപ്പാസിലോട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മപ്പാസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ലേ.
ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.